ഒരിക്കൽ സംഗീത സംവിധായകൻ വിദ്യാസാഗർ പറഞ്ഞതായി ഞാൻ വായിച്ചതാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു തമിഴ് സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിക്കുകയായിരുന്നു. ഒരു യുഗ്മഗാനത്തിൻ്റെ റെക്കോർഡിംഗ് നടക്കുകയായിരുന്നു. ആ യുഗ്മഗാനത്തിൽ ജാനകിയമ്മ പാടുന്ന പോർഷൻസ് ജാനകിയമ്മ ഉച്ചയ്ക്ക് തന്നെ പാടിപ്പോയി. അതിനുശേഷം യുഗ്മഗാനത്തിൽ ഇനി SPB പാടുന്ന ഭാഗമാണ്. SPB അന്ന് വൈകുന്നേരം വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 7 മണിക്ക് SPB വരും, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗം പാടാമെന്ന് പറഞ്ഞു. ഒരു സന്ധ്യാകാറായപ്പോഴേക്കും വിദ്യാസാഗറിനൊരു ചെറിയ പിരിമുറുക്കം അനുഭവപ്പെട്ടു. SPB സാധാരണഗതിയിൽ 8 മണിക്ക് ശേഷം പാടാറില്ല, എത്ര നിർബന്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭയം, ഒരു SPB വരാൻ നേരം വൈകിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടേക്കിൽ തന്നെ പാട്ട് ഓക്കെ ആയില്ലെങ്കിൽ ചിലപ്പോൾ 8 മണിക്ക് പാട്ട് തീർക്കാൻ പറ്റില്ല, അപ്പോൾ ഇന്ന് റെക്കോർഡിംഗ് തീരില്ല. അങ്ങനെ ഒരു മാനസികമായ പിരിമുറുക്കത്തിലായിരുന്നു വിദ്യാസാഗർ. ഒരു 7:30 മണിയാവാറായപ്പോൾ SPB വന്നു. അദ്ദേഹം ആദ്യം ട്രാക്ക് കേട്ടു, ജാനകിയമ്മ പാടിയ പോർഷനും കേട്ടു. അതിനുശേഷം അദ്ദേഹം പാടിത്തുടങ്ങി. ആദ്യത്തെ ടേക്ക് തന്നെ വിദ്യാസാഗറിന് വളരെയധികം ഇഷ്ടമായി. അദ്ദേഹം പറഞ്ഞു, വളരെ നന്നായിരിക്കുന്നു സാർ, ഐ എം വെരി ഹാപ്പി എന്ന് പറഞ്ഞു. അപ്പോൾ SPB പറഞ്ഞു, ഞാൻ ഹാപ്പി അല്ല വിദ്യാജി, നമുക്കൊന്നുകൂടി പാടാം. SPB വീണ്ടും പാടി. അപ്പോൾ വിദ്യാസാഗർ പറഞ്ഞു, മതി, പെർഫെക്റ്റ് എന്ന് പറഞ്ഞു. ഇല്ല, വൺസ് മോർ എന്ന് SPB. അപ്പോൾ വിദ്യാസാഗർ പറഞ്ഞു, സാറിന് 8 മണിക്ക് പോകണ്ടേ, ഞാൻ വളരെ ഹാപ്പിയാണ്, നമുക്കിത് മതി എന്ന് പറഞ്ഞു. ഞാൻ ഹാപ്പിയല്ല വിദ്യാസാഗർ, ഒന്നുകൂടെ പാടണം. SPB പാടി, വീണ്ടും പാടി, വീണ്ടും പാടി. അങ്ങനെ പാതിരാത്രി അടുത്തു. വിദ്യാസാഗർ പറഞ്ഞു, മതി സാർ, ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, ഞാൻ വളരെ ഹാപ്പിയാണ്, നമുക്ക് ഇവിടെ വെച്ച് പാക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ SPB പറഞ്ഞു, വിദ്യാസാഗർ, അമ്മ പാടിയതിൻ്റെ 10-1 ഭാവമെങ്കിലും കൊണ്ടുവരാൻ എനിക്ക് കഴിയണ്ടേ, അല്ലാതെ ഞാൻ എങ്ങനെയാണ് ഇത് പാടി മതിയാക്കുന്നത്? അങ്ങനെയൊക്കെ പറയുന്നത് SPB എന്ന വലിയ മനുഷ്യൻ്റെ മഹത്വമാകാം. പക്ഷേ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ജാനകിയമ്മ പാട്ടുകൾക്ക് കൊടുക്കുന്ന ഭാവം, പാട്ടുകൾക്ക് കൊടുക്കുന്ന ആ ഭാവ തീവ്രതയാണ്. അതുകൊണ്ടുകൂടിയാണല്ലോ ജാനകിയമ്മ ബാബുക്കായുടെ ഏറ്റവും പ്രിയങ്കരിയായ പാട്ടുകാരിയാവുന്നത്. അത് കാരണം കൊണ്ട് തന്നെയാണ് ഭാസ്കരൻ മാസ്റ്റർക്കും ഏറ്റവും പ്രിയങ്കരിയായ പാട്ടുകാരിയാവുന്നത്. ഇളയരാജയുടെ പ്രിയങ്കരിയായ ഗായിക, SPBയുടെ പ്രിയങ്കരിയായ ഗായിക, AR റഹ്മാനും പ്രിയങ്കരിയായ ഗായിക. ചിത്ര ചേച്ചിയോട് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവർ ചോദിച്ചു, എല്ലാം നേടിയിട്ടുള്ള കരിയറിൽ ചിത്ര ചേച്ചിക്ക് എന്തെങ്കിലും ഒന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഒന്ന് മാറ്റിപ്പിടിക്കാമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചിത്ര ചേച്ചി പറഞ്ഞു, ജാനകിയമ്മ പാട്ടുകൾക്ക് കൊടുക്കുന്ന ആ ഭാവം, അത് അല്പമെങ്കിലും എനിക്ക് എൻ്റെ പാട്ടുകളിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ജാനകിയമ്മ എത്രയോ മനോഹരമായ പാട്ടുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. സന്ധ്യ കണ്ണീരിതെന്തേ സന്ധ്യ എന്ന് പാടിയ അതേ ജാനകിയമ്മ തന്നെയാണ് ഞമ്മൻ്റെ ബാപ്പ അബ്ദുറസാക്ക് എന്നൊരു പാട്ടിനിടയിൽ പറഞ്ഞിട്ടുള്ളത്. ജാനകിയമ്മയുടെ ആ പാട്ടുകൾക്ക് കൊടുക്കുന്ന ആ ഭാവ തീവ്രത മുഴുവൻ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു പാട്ടാണ് അടുത്തതായി നമ്മളിവിടെ പാടാൻ പോകുന്നത്. സ്വർണ്ണമുകിലെ സ്വപ്നം കാണാറുണ്ടോ എന്ന ഗാനം. ഇത് 1983 പുറത്തിറങ്ങിയ ഇതു ഞങ്ങളുടെ കഥ എന്ന ഒരു സിനിമയിലെ ഗാനമാണ്. അത് തമിഴിലെ പ്രശസ്തമായ പാലൈവന ചോല എന്ന ഒരു സിനിമയുടെ മലയാളം റീമേക്കായിരുന്നു. പാലൈവന ചോല വളരെ മനോഹരമായ ഒരു സിനിമയായിരുന്നു, വളരെ നല്ലൊരു മേക്കിംഗ് ആയിരുന്നു. അതുപോലെയൊന്നും ഒരിക്കലും മലയാളം സിനിമ വന്നില്ല, ഒരേ ഒരു കാര്യത്തിലൊഴിച്ച്, പാട്ടുകൾ. കാരണം പാട്ടുകൾ ഉണ്ടാക്കിയത് ഭാസ്കരൻ മാസ്റ്ററും ജോൺസനും ചേർന്നാണ്. വളരെ അപൂർവ സുന്ദരമായ ഒരു കൂട്ടുകെട്ട് ഭാസ്കരൻ മാസ്റ്ററും ജോൺസനും ചേർന്നൊരുക്കിയ ഗാനങ്ങൾ. ഇത് ഞങ്ങളുടെ കഥയിൽ 4 ഗാനങ്ങളുണ്ടായിരുന്നു. ഇതിൽ മാവേലിക്കും പൂക്കളം, മാദേവനും പൂക്കളം, മലയാളക്കരയാകെ വർണ്ണപ്പൂക്കളം, മണ്ണിലും വിണ്ണിലും മണിപ്പൂക്കളം, വളരെ നല്ലൊരു പാട്ടാണ്. അതുപോലെ തന്നെ നവവർഷത്തിൻ രജനി നർത്തനശാലയിൽ വന്നു എന്ന ഗാനം. പക്ഷേ സ്വർണ്ണമുകിലേ എന്ന ഗാനം
ഇതിനെല്ലാം മുകളിലുള്ള ഗാനമാണ്. എനിക്കൊരു പക്ഷേ ജോൺസൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 2 or 3 ഗാനങ്ങളിൽ ഒന്നാണ് സ്വർണ്ണമുകിലെ എന്ന ഗാനം. ജോൺസനും ഭാസ്കരൻ മാസ്റ്റർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം മൈഥിലി പാടുന്നത് കേൾക്കാം. ഒരു കാര്യം കൂടി, 80കളിലും 90കളിലും ചിത്രചേച്ചി നയിച്ചിരുന്ന സംഗീത സന്ധ്യകളിൽ, ഗാനമേളകളിൽ ചിത്രചേച്ചി അവരുടെ ഗാനമേള തുടങ്ങുന്നത് ജാനകി അമ്മ പാടിയ ഈ പാട്ട് വെച്ചുകൊണ്ടാണ്. നമുക്ക് കേൾക്കാം സ്വർണ്ണമുകിലെ.